ദേവസ്വം ബോർഡ് വന്നു. അഭിഷേക് സിംഗ്വി ആയിരുന്നു അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന് വേണ്ടി വന്നത്. അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എനിവേ അതിനുശേഷം നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോഴും കേരള സർക്കാർ വന്നില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എതിർകക്ഷിയുടെ കൂടെ വന്നു. കൊടുത്ത സബ്മിഷൻ ഇതിന് നമ്മളോടൊപ്പം ആണെങ്കിലും വാദിക്കാൻ വന്നത് മറ്റവരുടെ കൂടാണ്. അത് ശരി. ആ വാദിക്കാൻ വന്നത് മറ്റവരുടെ കൂടെ എന്ന് മാത്രമല്ല, നേരെ എതിരാണ് പറഞ്ഞത്. അതായത് യുവതി പ്രവേശന അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അത് ചതിയാണ്. അതാണ് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സമാജത്തിലൊരു പ്രശ്നം അതാണ്. കാരണം നമ്മൾ വേണ്ട തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ ഊഹാപോഹങ്ങളിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഞാൻ സംസാരിച്ച ഒന്നിനോട് ചാനൽ വ്യക്തമാക്കി. ഡൽഹി വെച്ച് തന്നെ പറഞ്ഞു, ഇവിടെ വന്നും പറഞ്ഞു. ഈ ഡൽഹി വെച്ച് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ദേവസ്വം ബോർഡ് തന്നെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം അഭിഷേക് സിംഗ്വി വളരെ നന്നായിട്ട് ശരിക്കും വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇതിനെ രണ്ടായിട്ട് കാണണം. ഒന്ന് ക്ഷേത്രത്തിലേക്ക് മതിൽക്കെട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുവാദം, അതിനപ്പുറത്തേക്ക് പോകുന്നതിന് വേറൊരു അനുവാദം. അങ്ങനെ സംഭവം നമുക്കില്ല, മനസ്സിലായി. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പം എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നിയത് ശബരിമല പമ്പ കടക്കുന്നതിന് അനുവാദം, പക്ഷേ ശ്രീകോവിൽ അല്ലെങ്കിൽ സന്നിധാനത്ത് എത്തുന്നതിന് വേറെ ഇങ്ങനെയാണോ? അപ്പോൾ അതായത് പമ്പയിൽ നിന്ന് ആൾക്കാരെ കടത്താം, സ്ത്രീകളെ സന്നിധാനം വരെ എന്നാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും പമ്പ ഗണപതി ക്ഷേത്രം വരെ ഞാൻ അതും കഴിഞ്ഞിട്ടും അതാണോ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല.